ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധം എന്നത് ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ്. ഒറ്റയ്ക്കുള്ള ജീവിതമെന്നത് വരണ്ടതും പരമബോറുമാണ്. അതിനാൽ സാമൂഹ്യ ബന്ധങ്ങളെ ഇസ്ലാം വളരെ പ്രധാനമായി കാണുന്നുണ്ട്. മാത്രമല്ല, അവയുടെ നടത്തിപ്പിനും നിയന്ത്രണത്തിനുമായി ഒരു ഫ്രെയിം വർക്ക് ഇസ്ലാം നമുക്ക് തരികയും ചെയ്തിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഭൂമി എന്ന അംശത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രതിനിധിയായി അവന് ജീവിതം സമർപ്പിക്കേണ്ടവനാണ് മനുഷ്യൻ. ഇതാണ് ഇസ്ലാം മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. അതേസമയം ഇസ്ലാം അല്ലാത്ത മറ്റു ഫ്രെയിം വർക്കുകളുമുണ്ട് ജീവിതത്തിൽ. അവിടെ അള്ളാഹുവില്ല, റസൂലിൻ്റെ മാതൃകയില്ല, വിശദാംശങ്ങൾ നൽകാൻ ശരിയാക്കില്ല, ഗ്രന്ഥമില്ല. അവർ തീർത്തും വ്യത്യസ്തമായ ഒരു ഫ്രെയിമിലാണ്. പലപ്പോഴും ഇസ്ലാമിന് വിരുദ്ധമായ, ഇസ്ലാം മനുഷ്യന് നൽകിയ ജീവിതത്തെ സമാധാനപൂർണ്ണമാക്കേണ്ടുന്ന അവസ്ഥക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്, ഫ്രെയിമുകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ഫ്രെയിമുകളെ ലിബറലിസം, ഉദാരത, കമ്മ്യൂണിസം, ഇങ്ങനെയൊക്കെ പല പേരുകൾ നമ്മൾ വിളിക്കുമായിരിക്കാം. പക്ഷേ ലാ ദീനിയത്ത്, ദീനില്ലാത്ത അവസ്ഥ എന്നതാണ് യഥാർത്ഥത്തിൽ ഇവയെല്ലാം കൂടി ഒറ്റയ്ക്ക് ആ ഫാമിലിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പേര്. അവരുടെ ജീവിത കാഴ്ചപ്പാട് ഇപ്രകാരം തീർത്തും വ്യത്യസ്തമായതിനാൽ അവ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ സംബന്ധിച്ച, വ്യക്തിജീവിതത്തെ സംബന്ധിച്ചോ സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ചോ ജീവിതത്തിൻ്റെ ഏത് തുറകളെ സംബന്ധിച്ചുമുള്ള കാഴ്ചപ്പാടും ഈ ലാ ദീനിയത്തിൽ, ദീനില്ലാത്ത അവസ്ഥയിൽ, അള്ളാഹുവിനോട് അക്കൗണ്ടബിളാണ് എന്ന തോന്നലില്ലാത്ത അവസ്ഥയിലായിരിക്കും അവർ നമുക്ക് നൽകുക. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുണ്ടായിരുന്നു, മെക്കാളയുടെ വിദ്യാഭ്യാസമാണ് നമ്മൾ 1830-കൾ തൊട്ട് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ശരിയായ പ്രസ്താവനയാണ്. ആ വിദ്യാഭ്യാസം നമ്മോട് ചെയ്ത ഏറ്റവും വലിയ അതിക്രമം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ നൽകപ്പെട്ടിരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും മാറ്റി കേവലം ചില കമ്പനികൾക്ക് വേണ്ടി ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു ദൗത്യം നിർവഹിച്ചു എന്നത് മാത്രമല്ല, മറിച്ച് ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുന്ന നമ്മുടെ ഫ്രെയിം തന്നെ അത് മാറ്റിപ്പണിതു എന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസമാണ് തലമുറകളായി നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്, നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാൽ നമ്മൾ ഏത് ഫ്രെയിമിലൂടെയാണ് കാര്യങ്ങൾ നോക്കുന്നത് എന്ന തിരിച്ചറിവ് പോലും പലപ്പോഴും നമ്മൾക്കില്ലാതായി പോകുന്നു എന്നതാണ് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. അതിനാൽ വ്യക്തിജീവിതത്തെ നോക്കിക്കാണുമ്പോഴും സാമൂഹ്യ ജീവിതത്തെ നോക്കിക്കാണുമ്പോഴും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾക്കിടയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ ഫ്രെയിം എങ്ങനെയാണ് ഇസ്ലാമുമായി വ്യത്യാസപ്പെടുന്നത് എന്നത് സംബന്ധിച്ച ധാരണ നമുക്ക് വേണം. എന്താണ് നിരന്തരമായി നമ്മുടെ മസ്തിഷ്കങ്ങളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ബോധമില്ലാതായി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക ജീവിത ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനമായ അള്ളാഹുവിൻ്റെ ഖലീഫയാണ് ഞാൻ, അവൻ്റെ പ്രാതിനിധ്യം നിർവഹിക്കേണ്ടവനാണ് ഞാൻ. എൻ്റെ ജീവിതം ഇവിടുത്തെ ഏതാനും വർഷങ്ങളിലെ ഇവിടുത്തെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്ന ബോധത്തിൽ നിന്ന് നമ്മൾ മുക്തരായി പോവുകയും സർവതന്ത്ര സ്വതന്ത്രരാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ഇസ്ലാം അല്ലാത്ത ഫ്രെയിമുകളിലുള്ള ആളുകളൊക്കെ ഈ ഫ്രെയിമിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ
ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് ആവർത്തിച്ചും നിരന്തരമായും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് നാം ഭാഗ്യമായി കാണുന്നതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് പുതിയ ചില പദപ്രയോഗങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മളത് പരാമർശിച്ചിരുന്നു. ടോക്സിക്കായ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. വിഷം കലർന്നിരിക്കുന്നു നമ്മുടെ ബന്ധങ്ങളിൽ എന്നാണ് മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ പരിഭാഷപ്പെടുത്താവുന്നത്. ഒരുപക്ഷെ ഫേസ്ബുക്കിൽ ഉൾപ്പെടുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ ഒരു 50 വയസ്സിനോട് അടുത്തവരോ അതിനു മുകളിൽ പ്രായമുള്ളവരോ ഇത്തരമൊരു ചർച്ചയെ അറിയുന്നുണ്ടാവുകയില്ല. കാരണം നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, മുട്ടുകാലിനുള്ള വേദന, അതിൻ്റെ സർജറി എവിടെ ഏറ്റവും നല്ലത് കിട്ടും, ഷുഗർ ബാധിച്ച ആളുകൾക്കുള്ള ചികിത്സ എന്താണ്, എന്തൊക്കെയാണ് ഇൻസുലിൻ ഫലപ്രദമല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ, തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ഏറ്റവും വിദഗ്ധമായി ചെയ്യാൻ പറ്റും, ശാരീരികമായ നിങ്ങളുടെ കഴിവുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പരിമിതികളെ എങ്ങനെ നിങ്ങൾക്ക് 50കളിൽ മറികടക്കാം, ഇതൊക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ തലമുറക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു പ്രപഞ്ചത്തിലാണ് നമ്മുടെ മക്കളുള്ളത്, പേരക്കുട്ടികളുള്ളത് എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് എൻ്റെ ഖുതുബയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ എന്നുള്ളത് സംബന്ധിച്ച ഒരു ധാരണ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഫിസിക്കലായി നമ്മുടെ അതേ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കെ, തൊട്ടടുത്ത റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ ചെറിയ തലമുറ മറ്റേതോ പ്രപഞ്ചങ്ങളിൽ അവരെ വലിച്ചു കൊണ്ടുപോകുന്ന ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ധാരണ നമ്മൾക്ക് ഉണ്ടാകണം. ജനനം മുതൽ മനുഷ്യബന്ധങ്ങളുടെ മാധുര്യമറിയുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ എങ്ങനെയാണ് വിഷം കയറുന്നത്? എപ്പോഴാണ് ബന്ധങ്ങൾ ടോക്സിക്കാണ് റിലേഷൻസ് എന്ന് പറയുന്നത്? ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ബന്ധം മനുഷ്യന് തരേണ്ടത്, സാമൂഹ്യ ബന്ധങ്ങൾ മനുഷ്യന് തരേണ്ടത് സമാധാനമാണ്, സന്തോഷമാണ്, ആശ്വാസമാണ്. ഇതേ ബന്ധങ്ങൾ തന്നെ നിങ്ങളുടെ സമാധാനക്കുറവിന് കാരണമായി തീരുക, അത് നിരന്തരമായി നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർത്തുകൊണ്ടിരിക്കുക, അത് നിരന്തരമായി നിങ്ങളിൽ ആത്മനിന്ദ വളർത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു വിലയുമില്ലാത്ത ഒരു സാധനമാണ് എന്നുള്ള ഒരു തോന്നൽ പതിയെ നിങ്ങളിൽ ഉണ്ടാവുകയും അങ്ങനെ ഞാൻ വിലകെട്ടവനാണ് എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യുക. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ ബാക്കിൽ നിന്ന് വന്ന് അണഞ്ഞു പിടിച്ചുകൊണ്ട്, റസൂലെ, ഞാൻ വിലയില്ലാത്തവനാണ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയപ്പോൾ, അല്ല, അള്ളാഹുവിങ്കിൽ വിലയുള്ളവനാണ് മുഴുവൻ മനുഷ്യനും സാഹിറെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തുന്നുണ്ടല്ലോ. അതിനാൽ ആളുകളിൽ ആത്മവിശ്വാസം ഉണ്ടാവുക, ആത്മനിന്ദ ഇല്ലാതിരിക്കുക എന്നുള്ളത് വിശ്വാസം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതേ വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കുന്ന ഈ കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും തന്നെ നമ്മെക്കുറിച്ച് അപകർഷതാബോധം ഉണ്ടാക്കുന്ന ഒരവസ്ഥ, അതിന് ബന്ധങ്ങൾ കാരണമായിത്തീരുന്നെങ്കിൽ ആ ബന്ധങ്ങളെക്കുറിച്ചാണ് നാം ടോക്സിക് റിലേഷൻസ് എന്ന്, വിഷം കലർന്ന ബന്ധങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഇതില്ലാതാവാനുള്ള ശ്രമം നമ്മളുടെ ഈമാനിൻ്റെ തേട്ടമാണ്. മനുഷ്യബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും നമ്മൾക്ക് പറയാനും എഴുതാനും കഴിയും. പക്ഷെ 4 തരം ബന്ധങ്ങളെ അടിസ്ഥാനപരമായി ഇത്തരം ടോക്സിസിറ്റി, ഇത്തരം വിഷങ്ങൾ ബാധിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായ ആലോചനകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ നോർമലായി എടുത്ത് നമ്മളതിൻ്റെ ഭാഗമായി കൂടാ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇത്തരം ഇസ്ലാമികമായ ആലോചനകൾ ബന്ധങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമായി വരിക. ഒരു ബന്ധം കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാനമായ ദമ്പതികൾ തമ്മിലെ ബന്ധമാണ്. മറ്റൊന്ന് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. മറ്റൊന്ന് നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്ന നമ്മളുടെ കുടുംബത്തിലെ ബാക്കിയുള്ള ആളുകൾ കൂടി ചേരുന്ന ഒരു ബന്ധമാണ്. 4-മത്തത് സാമൂഹ്യ ബന്ധം, ജോലിസ്ഥലങ്ങളിലുള്ളത്, സംഘടനകളിലുള്ളത്, മഹല്ലുകളിലുള്ളത് ഒക്കെ ഈ ഒരു 4-മത്തെ കാറ്റഗറിയിൽ ബന്ധമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. കുടുംബബന്ധം ആരംഭിക്കുന്നത് ദമ്പതികളിൽ നിന്നാണ്. ഖബിൽതു നിക്കാഹഹ വതസ്വീജഹ വറളീതു ബിഹ എന്നൊക്കെ അറബിയിൽ 2-3 വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിക്കാഹിൻ്റെ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നത്. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു,
എന്ത് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ഒരു മലക്കിനെ വിവാഹം ചെയ്തു എന്നാണോ നാം കരുതുന്നത്? അതോ ഒരു ഐഡിയലായ യാതൊരു കുഴപ്പങ്ങളുമില്ലാത്ത ഒരാളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നാണോ നമ്മൾ പറയുന്നത്? അല്ലല്ലോ. നമ്മൾ സ്വീകരിക്കുന്നത് നമ്മളെപ്പോലുള്ളൊരു മനുഷ്യന്, ദേഷ്യം വരുന്ന, സങ്കടം വരുന്ന, വികാര വിചാരങ്ങളുള്ള ഒക്കെ ഒരു സാധാരണക്കാരിയായ ഒരു മനുഷ്യനെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ സംരക്ഷണോത്തരവാദിത്വം അള്ളാഹുവിനെ ആധാരമാക്കി ഞാൻ ഏറ്റെടുക്കുന്നു. ആ നിശ്ചയത്തിൻ്റെ, ആ പ്രതിജ്ഞയെക്കുറിച്ച് അതിമനോഹരമായി അള്ളാഹു പറയുന്നുണ്ട്. എങ്ങാൻ നിങ്ങൾക്ക് പിരിയേണ്ടി വന്നാൽ നിങ്ങൾ പരസ്പരം കൈമാറിയ സമ്മാനങ്ങൾ നിങ്ങൾ തിരിച്ചു വാങ്ങരുത്, ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് സൂറ നിസായിലെ 21-ാമത്തെ ആയത്തിൽ, അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാൻ കഴിയുക എന്ന് പറയുന്നിടത്ത് അള്ളാഹു ദാമ്പത്യ ജീവിതത്തിൻ്റെ മനോഹാരിതയെയും സൗന്ദര്യത്തെയും കുറിച്ച് പറയുന്നു. നിങ്ങൾ പരസ്പരം ഇഴുകിച്ചേർന്ന് കഴിഞ്ഞിരിക്കുക, നിങ്ങൾ പരസ്പരം ഒന്നായി കഴിഞ്ഞിരിക്കുക, മറ്റാളുകൾ ആരും തമ്മിലില്ലാത്ത ബന്ധം മാനസികമായും ശാരീരികമായും നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കെ, എല്ലാ രഹസ്യങ്ങളും നിങ്ങൾ തമ്മിൽ പങ്കുവച്ചിരിക്കെ, ബലിഷ്ഠമായൊരു കരാർ, മീസാഖിന് വലിയ പ്രവാചകന്മാരോട് അള്ളാഹു വാങ്ങിയൊരു കരാറുണ്ട് അവരുടെ ദൗത്യത്തെ സംബന്ധിച്ച്. അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ പറയുന്നു, ഇത്തരമൊരു ബലിഷ്ഠമായ കരാറേറ്റ് നിങ്ങൾ വാങ്ങിയിടത്തു നിന്ന് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെ പരസ്പരം കൈമാറിയ സമ്മാനങ്ങളിൽ അവകാശവാദങ്ങൾ എന്ന് ചോദിക്കുന്നു അള്ളാഹു. അത്രയും വലിയ ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ. പരസ്പരം പരിചയമില്ലാത്ത രണ്ട് വ്യക്തികൾ ഒരു വാചകം പറയുന്നതിൻ്റെ, ഒരു വാചകം അങ്ങോട്ട് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾ ഫോം ചെയ്ത് പിന്നീടൊരു കെമിസ്ട്രി ഫോം ചെയ്യുകയാണ്. ആലോചിച്ച് നോക്കുക, നമ്മളിങ്ങനെ ദാമ്പത്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ ജേർണലിംഗ് നടത്തുന്നവരാണെങ്കിൽ, ഡയറി എഴുതുന്ന ആളുകളാണെങ്കിൽ രസകരമായ കൗതുകകരമായ വലിയൊരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ഇന്നായാത്തിഹി എന്നുള്ളാഹു പറയുന്നത്, അവരുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. പക്ഷേ ഈ കെമിസ്ട്രി ഫോം ചെയ്യുന്നതിനിടയിൽ ഇബ്ലീസ് കയറും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഇബ്ലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ബന്ധങ്ങൾ നശിപ്പിക്കുക, പ്രത്യേകിച്ചും ദാമ്പത്യ ബന്ധങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത്. അതിനാൽ അതിനെ നമ്മൾ നോർമലൈസ് ചെയ്തെടുക്കും എന്നുള്ളതാണ് കാര്യം. കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന മാറ്റം, വിദ്യാഭ്യാസത്തിലുണ്ടായിരിക്കുന്ന മാറ്റം, ഓരോ സാമൂഹ്യ വിഭാഗങ്ങൾക്കും തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങളിലുണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് തിരിച്ചറിയാതെ പോകും. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ പിതാക്കളുടെ, മാതാപിതാക്കളുടെ, അല്ലെങ്കിൽ അതിനും മുതിർന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ അവരുടെ ജീവിതങ്ങളുടെ റിഫ്ലക്ഷനായിട്ടാണ്, പ്രതിഫലനമായിട്ടാണ് നമ്മുടെ ജീവിതം വരിക. അതിനാൽ അന്ന് നമ്മുടെ വാപ്പ സംസാരിച്ചതുപോലെ നമ്മൾ സംസാരിക്കും. നമ്മൾ പറയുന്നത് മുഴുവൻ കേട്ടിരുന്നിട്ടുണ്ടാവും, വാപ്പ പറയുന്നത് മുഴുവൻ ഉമ്മ. സ്ത്രീകൾക്ക് എന്താണ് കാര്യം എന്നുള്ളത് വളരെ കോമണായ ഒരു പ്രസ്താവനയായിരുന്നു. അങ്ങാടിയിൽ വെച്ച് സ്വന്തം മക്കളെ തല്ലുക എന്നുള്ളത് ഒരു തെറ്റായി ആരും കാണുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ ബോധമല്ല ഇപ്പോഴുള്ളത്. അതിനാൽ ഇബ്ലീസിൻ്റെ പ്രേരണയ്ക്ക് വിധേയരായിക്കൊണ്ട് ബോഡി ഷെയ്മിങ് നടത്തും ചിലപ്പോൾ ദമ്പതികൾ. കൊല്ലങ്ങളിങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ, അന്ന് നമ്മളറിയില്ലല്ലോ, ആയുസ് വർദ്ധിക്കും, കുറേ കഴിഞ്ഞ് ആയുസ് മുന്നോട്ട് പോകും, കണ്ണടയില്ലാതെ വായിക്കാൻ കഴിയാത്ത സാഹചര്യം വരും, പല്ലിന് ബലം കുറയും, അസുഖങ്ങൾ വരും, തടി കൂടും എന്നൊന്നും അറിയാതെയായിരിക്കും നമ്മൾ വിവാഹം കഴിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ കാലം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് നമ്മൾക്ക് തോന്നും അപ്പുറത്തുള്ള ആൾ നമുക്ക് പോരാ, അയാളുടെ സൗന്ദര്യം പോരാ. അതിനാൽ തമാശ എന്നുള്ള രീതിയിൽ പോലും നമ്മൾ ബോഡി ഷെയ്മിങ് പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. ആ വാക്ക് മുമ്പില്ല, അതൊരു 5 വർഷത്തിന് ശേഷമാണ് വളരെ കോമണായി നമ്മൾ വരുന്നത്. അതിനാൽ നമ്മൾ പറയുന്ന ഓരോ പദവും അത് ഈ കാറ്റഗറിയിൽ വരുന്നതാണ് എന്ന് അപ്പുറത്തുള്ള ആളുകൾ ചിന്തിക്കുന്നത് അയാളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തും എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാകണം. അതിനാൽ ആളുകളെക്കുറിച്ച് അത്തരം അഭിപ്രായങ്ങൾ പറയുന്ന അവസ്ഥയുണ്ട്. തിരിച്ച് ഭർത്താക്കന്മാരാണല്ലോ സാധാരണ കുടുംബനാഥന്മാരായിട്ട് വരുമാനമുണ്ടാകുന്ന ആളുകൾ. നമ്മൾ വിചാരിച്ചിരുന്ന അർത്ഥത്തിലുള്ള വരുമാനമൊന്നും ഇല്ലല്ലോ എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷനുള്ള ആളെ ഞാൻ 20കളിൽ കല്യാണം കഴിക്കുമ്പോൾ 40കളിൽ എത്തുമ്പോൾ അതിൻ്റെ സാമ്പത്തികാവസ്ഥ ഇങ്ങനെ ഒരു പ്രോഗ്രഷനായി വരുമല്ലോ എന്ന് ഞാൻ കണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നില്ല എന്ന് കാണുമ്പോൾ പ്രയാസമുണ്ടാകും. അയൽപക്കത്തുള്ള ആളുകൾ സമ്പാദിക്കുന്നത് പോലെ കാറും വീടുമൊന്നും എൻ്റെ ഭർത്താവിന് കിട്ടുന്നില്ല, നിങ്ങൾ വിഡ്ഢിയായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു ബോധം തിരിച്ചും ഉണ്ടാകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകും.
അള്ളാഹു പറയുന്നുണ്ട് പുരുഷന്മാരോട്, നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളെ പരിഗണിക്കേണ്ടത്? വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ, നല്ലതായ രീതിയിൽ വേണം അവരോട് പെരുമാറാൻ. പുരുഷന് അവകാശങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് പുരുഷനെ ഖവ്വാമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഉത്തരാധികാരി, ഉത്തരവാദിത്ത ബോധമുള്ള ആൾ, കുടുംബത്തിൽ അവസാന വാക്ക് പുരുഷനാണ് എന്ന് പറയുന്നതോടൊപ്പം അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. സ്ത്രീകളോടും പറയുന്നുണ്ട് കാര്യങ്ങൾ. ഞാൻ പറയുന്നത് നമ്മളുടെ ഈ ബോഡി ഷേമിങ് പോലുള്ള കാര്യങ്ങളാണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിലും സ്ത്രീകൾക്കെതിരിൽ മാത്രം പ്രയോഗിക്കപ്പെടുന്നതല്ല, പുരുഷന്മാരായ ആളുകൾക്കെതിരിലും പ്രയോഗിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാകുന്നു. ഫസ്വാലിഹത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ വളരെ വലിയ ഒരു പ്രയോഗമാണത്. സ്ത്രീകളെക്കുറിച്ച് പറയുന്നു, നല്ലവരായ സ്ത്രീകൾ, സ്വാലിഹത്തുകളായ സ്ത്രീകൾ, അവർ അനുസരണശീലമുള്ള ആളുകളാണ്. ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരാണ്. വളരെ ഓബ്വിയസ് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നത് ശാരീരികമായ സുരക്ഷയെക്കുറിച്ചാണ്. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അത് കേവലം ഒരു ശാരീരികമായ സുരക്ഷയെക്കുറിച്ച് മാത്രമല്ല, പുരുഷൻ്റെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഫാമിലിയിലേക്ക് സാധാരണ ഭാര്യയും ഭർത്താവും മാത്രമായി കഴിയുമ്പോൾ അല്ല കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ മിക്കവാറും പ്രശ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റാണ്. ആ തേർഡ് പാർട്ടി ഒരുപക്ഷെ മക്കളാവാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി രണ്ട് ഭാഗത്തു നിന്നുമുള്ള മാതാപിതാക്കളാകാം. ഞാൻ നേരത്തെ പറഞ്ഞു ബലിഷ്ഠമായ കരാറിനെക്കുറിച്ച്, മീസാഖൻ ഗലീദിനെക്കുറിച്ച്. അതിൻ്റെ താല്പര്യമെന്ന് പറയുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര ബന്ധമെന്ന് പറയുന്നത് അത് യുണീക്കാണ്. അവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ, അതിൻ്റെ അടരുകളെ, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളെ ഒരിക്കലും പുറത്തു നിന്നുള്ളവരാൽ, മക്കളാവട്ടെ മാതാപിതാക്കളാവട്ടെ രണ്ട് ഭാഗത്തു നിന്നുമുള്ള, അവരറിയുക സാധ്യമല്ല. അതിനാൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ഇമോഷൻ പെട്ടെന്ന് വരുമ്പോഴേക്ക് സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം, ബന്ധുക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം നിങ്ങളൊരു പക്ഷേ അത് മറന്നുപോകും. ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കുകളും പ്രശ്നങ്ങളുമൊക്കെ നോർമലായി അതിന് മറന്നു പോവുകയാണ് പതിവ്. നോർമലി വലിയ ഒരു അളവിലേക്ക് അത് വളർന്നില്ലെങ്കിൽ. പക്ഷെ അത് കേൾക്കുന്ന നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ മാതാപിതാക്കൾ അത് മറന്നുകൊള്ളണമെന്നില്ല. അത്തരം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ, ഭാര്യയുടെ അഭിമാനം വ്രണപ്പെടുന്നതുണ്ടോ എന്ന് ചോദിക്കണം. കണ്ടില്ലേ ഉമ്മ ഇവള് എത്ര പറഞ്ഞിട്ടെന്താണ് എന്ന് ഭർത്താവ് ചോദിക്കും. അപ്പുറത്തെ ഉമ്മയെ വിളിച്ച് എന്താണ് ചെയ്യുക, ഇയാളിങ്ങനെ ഓരോ കാര്യത്തിനും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും പറയും. ഈ പറയുന്നതിനർത്ഥം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യണ്ട എന്നുള്ളതല്ല. പകരം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ധാരാളമായി സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന, വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം. നേരത്തെ കുടുംബങ്ങളുടെ സ്വകാര്യതകളുണ്ടായിരുന്നു. ആ സ്വകാര്യതകൾ അത്ര തന്നെ സ്വകാര്യമല്ല ഇപ്പോൾ. അതിനാൽ ഭർത്താവിനോടുണ്ടാകുന്ന ഒരു പ്രശ്നം, ഭാര്യയോടുണ്ടാകുന്ന ഒരു പ്രശ്നം, അത് ഒരു കൊളീഗിനോട് വന്ന് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആവശ്യമുള്ള അളവിലേ നമ്മളത് സംസാരിക്കേണ്ടതുള്ളൂ. കാരണം ദാമ്പത്യ ജീവിതം അങ്ങനെ കുറേ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തോന്നും ഇപ്പുറത്തുള്ളതിനേക്കാൾ നല്ലതാണല്ലോ അപ്പുറത്തെ എന്ന്. അങ്ങനെ തോന്നുന്നതിൻ്റെ ഒരൊറ്റ കാരണം നിങ്ങൾ അപ്പുറത്തുള്ള ആളുടെ ഭാര്യയോ ഭർത്താവോ അല്ല എന്നുള്ളതാണ്. അതായി കഴിയുമ്പോൾ വരുന്ന പവർ ഇക്വേഷൻസ് ഉണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ വർക്ക് ചെയ്യുന്ന. അതുണ്ടാക്കുന്ന ചില അധികാര പ്രയോഗങ്ങളുണ്ട്. അത് ഒരിക്കലും ഒരു സുഹൃത്ത്, കൊളീഗ്, സഹപ്രവർത്തകൻ നിങ്ങളോട് നടത്തുകയില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാമ്പത്യ രഹസ്യങ്ങളെ മറ്റൊരാളോട് നിങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതുവഴി ഇബ്ലീസ് പ്രവേശനത്തിന് ശ്രമിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അതിനാൽ അത്തരമൊരു ടോക്സിക് അവസ്ഥയിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടായിക്കൂടാ. തമാശക്കാണെങ്കിലും അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഒരിക്കലും എങ്ങനെയോ എൻ്റെ തലയിൽ നിൻ്റെ ഉപ്പ കെട്ടിവെച്ചതാണല്ലോ എന്നെ, അല്ലെങ്കിൽ കുടുംബക്കാർ കെട്ടിവെച്ചതാണല്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ സാധാരണ നടത്താറുണ്ട്. മറുപടി ഉണ്ടാവാറുണ്ട്, എത്ര നല്ല വിവാഹാലോചനകൾ വന്നതാണ്, എന്നിട്ട് പടച്ചവനെ നിങ്ങളാണല്ലോ എൻ്റെ തലയിൽ വന്ന് പെട്ടത് എന്നും ഉണ്ടാകാറുണ്ട്. ഇത് അവരുടെ കുടുംബങ്ങളിൽ മാത്രമല്ല, ഇത് കാണുന്ന മക്കൾ, ഇത് കാണുന്ന മറ്റു ബന്ധുക്കൾ, അവരിൽ ഉണ്ടാക്കുന്ന എഫക്റ്റുകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നിടത്താണ്
പുതിയ തലമുറ റിലേഷൻസ് ടോക്സിക്കാണ് എന്ന് ആലോചിച്ച് പോകുന്നത് എന്നുള്ളത് നമ്മളറിയണം. വഖൂലു ഖൗലൻ സദീദ എല്ലാ ഖുതുബയിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. നല്ല വാക്ക് പറയുക. ആരോടാണ് നല്ല വാക്ക് പറയേണ്ടത്? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട്. പക്ഷേ ദൗർഭാഗ്യം സംഭവിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളോട് എത്ര അടുപ്പത്തിൽ പെരുമാറുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അടുത്ത് ചില സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടാവും, ചില പ്രത്യേക വാക്കുകൾ. അത് മറ്റൊരാളോടും അവർ ഉപയോഗിക്കുകയില്ല. അവർ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ എങ്ങനെയാണ് പരമാവധി പരിക്ക് അപ്പുറത്ത് ഏൽപ്പിക്കുക എന്ന് വിചാരിച്ച് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്ന ചില ബോംബുകൾ നമ്മളുടെയൊക്കെ കൈകളിൽ ഉണ്ടാവും. അത് ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോകാനും വരും തലമുറയും കുടുംബത്തെ ആദരവോടുകൂടി കാണാനും വളരെ ആവശ്യമാണ് എന്ന് നമ്മൾ അറിയണം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വലിയൊരു അടിസ്ഥാനമാണ്. മക്കൾ നമ്മുടെ അടിമകളല്ല എന്നുള്ളത് പുതിയ കാലത്തെ രക്ഷിതാക്കളോട് പറയേണ്ടതില്ല. ആരും അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷേ എപ്പോഴും നമ്മളുടെ മക്കളാണ് ഇത്തരം പ്രബോധനങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ ഇയാളീ പറയുന്നത് ബാപ്പയെക്കുറിച്ചോ ഉമ്മയെക്കുറിച്ചോ ഇതൊരു ടോക്സിക് അഡ്വൈസ് ആണല്ലോ, ഒരു ടോക്സിക് പാരൻ്റ് ആവുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. അതിനാൽ മക്കളെ സംബന്ധിച്ച് മക്കൾ അള്ളാഹു നമുക്ക് തരുന്ന ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ യുക്കൂർ. സൂറ ശൂറയിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ സമ്മാനമായി നൽകും എൻ്റെ ഭാഗത്തു നിന്നുള്ള ചിലപ്പോൾ ആൺകുട്ടികളെ ചിലപ്പോൾ പെൺകുട്ടികളെ. ഔ യുസവ്വിജുഹും ദുക്രാനം വൈനാസ, ചിലപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരും, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അടുത്ത് പറയുന്നുണ്ട് വയജഅലു മൻ യശാഉ അഖീമ. പക്ഷെ അള്ളാഹു അവരുദ്ദേശിക്കുന്ന ആളുകളെ വന്യരുമാക്കി തരും, കുട്ടികളില്ലാത്ത ആളുകളുമാക്കി തരും. നമ്മൾക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് പരാതി ഉണ്ടാവുന്നത് മക്കൾ നമ്മൾക്കുള്ളത് കൊണ്ടാണല്ലോ. പഴയ തലമുറ പറയാറുണ്ടല്ലോ, ഇല്ലാത്തവർക്ക് ഒരു ദുഃഖം, മക്കളുള്ളവർക്ക് പല ദുഃഖം എന്നുള്ളത്. അത് ദുഃഖമല്ല, അള്ളാഹു നമുക്ക് തരുന്ന ഒരനുഗ്രഹമാണ്. ആവർത്തിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. യാക്കൂബ് നബിയുടെ കഥ, യൂസുഫ് നബിയുടെ കഥ ഒരു സൂറത്ത് മുഴുവൻ വിവരിക്കുന്നത് വെറുതെയല്ല. നമ്മുടെ മക്കൾ കാണിക്കുന്ന എന്ത് അതിക്രമങ്ങൾ നമ്മളോടുണ്ടെങ്കിലും യാക്കൂബ് നബിയോട് അവിടുത്തെ 11 മക്കൾ കാണിച്ചതിന് അത്രയും ഉണ്ടോ എന്ന് ആലോചിക്കുന്നിടത്താണ് വസ്ബിർ സബ്റൻ ജമീല എന്ന് പറയുന്ന ഒരു പദപ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിനാൽ മക്കൾ നമ്മൾക്ക് തരുന്ന തലവേദനകൾ, കോട്സിൽ, അവയെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് തരുന്ന ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതാവസ്ഥയാണ്. അതിനെ നല്ല രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നത് നമ്മൾ ആലോചിക്കണം. ഒരിക്കലും നീ ജനിച്ചുകൂടായിരുന്നെങ്കിൽ, നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ, അന്നേ ഇല്ലാതായിരുന്നെങ്കിൽ എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പലപ്പോഴും കുടുംബങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രക്ഷപ്പെടണം നമ്മളത്ര സ്റ്റേറ്റ്മെൻറ്റുകളിൽ. ചെറുപ്പക്കാരായ എൻ്റെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിലെ കുടുംബ ബന്ധമെന്ന് പറയുന്നത് വളരെ വലിയ ഒരു സ്ഥാപനം. മാതാപിതാക്കളാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റീലുകളിൽ, ഷോർട്ടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ പരിസരം പരിചയമുള്ള ആളുകളിൽ നിന്നല്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തിക്ക് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്നുള്ളതല്ല. മറിച്ച് ഒരു വ്യക്തി സ്വർഗത്തിലേക്കുള്ള വ്യക്തിയുടെ വഴി സാധ്യമാകുന്നത് സാമൂഹ്യ ജീവി എന്നുള്ളവർക്ക് സമൂഹത്തിൻ്റെ ഭാഗമായി അവൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ആ സമൂഹത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗപ്രവേശത്തിൻ്റെ അടിസ്ഥാനമാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അത്തരം മാതാപിതാക്കളുമായി ബന്ധമില്ലാത്ത, പലപ്പോഴും സിംഗിൾ പാരൻറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന, കുടുംബ ബന്ധത്തിൻ്റെ മഹത്വങ്ങൾ അറിയാത്ത, അതിൻ്റെ കെമിസ്ട്രി ഒട്ടും അറിയാത്ത ആളുകൾ അവർക്ക് പരിചയമില്ലാത്ത മേഖലയിൽ വന്നുകൊണ്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ ഒരിക്കലും ശരിയായ ഉപദേശങ്ങളാണ് എന്ന് നമ്മൾ കരുതരുത്. മനുഷ്യർ കൂടുന്നിടത്തെല്ലാം നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളത് പോലെ പ്രശ്നങ്ങളുണ്ടാകാം. ആ പ്രശ്നങ്ങളെ അള്ളാഹുവിൻ്റെ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറികടക്കാൻ നമ്മൾ ശ്രമിക്കണം. ചെറുപ്പക്കാരായ ആളുകൾ, ഇനിയും മാതാപിതാക്കളായിട്ടില്ലാത്ത ആളുകൾ, വിവാഹിതരില്ലാത്ത ആളുകൾ, അവരറിയേണ്ടതുണ്ട് പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ചലഞ്ചാണ്. യഥാർത്ഥത്തിൽ അതുവഴി നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം അറിഞ്ഞിരുന്നെങ്കിൽ
വിവാഹം കഴിക്കുമായിരുന്നോ എന്ന് പോലും ചിലപ്പോൾ ആളുകൾ ആലോചിച്ച് പോകാൻ മാത്രം വലുതാണ്. തീർത്തും വിരുദ്ധങ്ങളായ ഒരുപാട് താല്പര്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ മാതാവും പിതാവും നിങ്ങൾക്ക് വേണ്ടി മാത്രമായി നമ്മുടെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാകണം. ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫുൽ ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ. കാരുണ്യം എപ്പോഴും അവരോട് നമ്മൾ ഉണ്ടായിരിക്കണം. കുടുംബം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുടുംബം പൊട്ടിച്ച് പുറത്തു കടന്നവരുടെ നൈമിഷികമായ ജീവിതങ്ങൾ വലിയ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ അതിഥികളായി ആദരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അത് കേട്ട് എൻ്റെ ചെറുപ്പക്കാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ആ കെണിയിൽ നമ്മൾ പെട്ടുപോകരുത് എന്നുള്ളതാണ്. നമ്മൾക്കാരില്ലെങ്കിലും നമ്മൾക്കുള്ളത് മാതാപിതാക്കളാണ്. ഇത് ഈ ഖുതുബയിൽ നമ്മൾ വെറുതെ പറയുന്ന കാര്യമല്ല, നമ്മുടെ സ്വർഗപ്രവേശത്തിൻ്റെ അടിസ്ഥാനമായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപപ്രാർത്ഥനയുണ്ട്. മാതാപിതാക്കൾ അവരിൽ ഒരാളോ നിങ്ങളുടെ ഇടയിലുണ്ടാവുകയും അതുവഴി സ്വർഗപ്രവേശം സാധ്യമാവുകയും ചെയ്യാതെ പോകുന്നവൻ നശിക്കട്ടെ. ആ നാശമെന്ന് പറയുന്നത് ദുനിയാവിൽ കഴിഞ്ഞ് ആഖിറത്തിൻ്റെ ഘട്ടത്തിൽ മാത്രം വരാനുള്ളതല്ല, ദുനിയാവിലും അത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാൽ ആരെങ്കിലും ഒരിക്കലും മാതാപിതാക്കളെ നിങ്ങളുമായി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ ആദരവിന് ഉടവ് പറ്റുന്ന ഒരു കാര്യം പോലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. കാരണം അവരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരം എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ ദീനീ പരിസരത്ത് മാതാപിതാക്കൾക്ക് സവിശേഷമായ പദവിയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു വൺ വേ റിലേഷനാണ്. നിങ്ങളുടെ മാതാവോ പിതാവോ നിങ്ങളോട് എത്ര മോശമായി പെരുമാറിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് തിരിച്ച് മോശമായി പറയാനോ തെറി പറയാനോ നിങ്ങൾക്ക് അവകാശമില്ല. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ ഈ ഒരു സൗന്ദര്യത്തെക്കുറിച്ച്. ഞാൻ ആവർത്തിച്ച് പറയാറുണ്ടല്ലോ, ഇവിടെ വാർദ്ധക്യത്തിലെത്തിയ ആളുകളുടെ സംരക്ഷണം പ്രശ്നമല്ലാത്ത വിധമുള്ള ഒരു സാമൂഹ്യ ഘടന അള്ളാഹു മുസ്ലിം സമൂഹത്തിന് ഒരു അനുഗ്രഹമായി തന്നിരിക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളോടൊപ്പം തന്നെ മാതാപിതാക്കളെ ആദരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചത് കൊണ്ടാണ്. അതിനാൽ അതല്ലാത്ത അവസ്ഥകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രചാരങ്ങൾ, വലിയ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ചതിക്കുഴിയിൽ നമ്മൾ വീണുപോകരുത്. കുടുംബത്തിനെതിരിൽ പിശാചിങ്ങനെ പ്രലോഭനം നടത്തിക്കൊണ്ടിരിക്കും. കാരണം ബാപ്പയും ഉമ്മയും ചിലപ്പോൾ പ്രശ്നമുണ്ടാകുന്നത് നിങ്ങൾ കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ ഉമ്മ കൂടെ ജീവിക്കുന്നത് ഒരു ആണിൻ്റെ കൂടെ ആയതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം. ആണിന് ഒരുപക്ഷെ ഒരു പെണ്ണിൻ്റെ മനോവികാരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവുകയില്ല എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ എനിക്ക് നല്ലത് കൂട്ടായിട്ട് ഒരു പെണ്ണാണ്. ആൺകുട്ടികളും അങ്ങനെ വിചാരിക്കാം, ഈ പെണ്ണിൻ്റെ കൂടെ കൂടി നടക്കുക. കാരണം സ്ത്രീവിരുദ്ധമായ നിരവധി പരാമർശങ്ങളും കഥകളും നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. അതുകൊണ്ട് നമ്മൾക്ക് നല്ലത് അങ്ങനെയല്ലേ എന്ന് തോന്നാം. അങ്ങനെ പറയുന്നത് അഭിമാനത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും പ്രിസ്റ്റീജിൻ്റെയും ഭാഗമാകും. നമ്മൾ വിചാരിക്കരുത് അത് പഴഞ്ചന്മാരാണ് യഥാർത്ഥത്തിൽ അവരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നന്ന ചുരുങ്ങിയത് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന ലൂത്ത് നബിയുടെ സമൂഹം കടന്നുപോയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെക്കുറിച്ചും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ചും പറയുമ്പോൾ 6-ാം നൂറ്റാണ്ടാണല്ലോ എന്നാണ് വിമർശകരായ ആളുകൾ പറയാറുള്ളത്. ഇവർ കൊണ്ടുവന്ന് കെട്ടിയിറക്കാൻ ശ്രമിക്കുന്ന ഇത്തരം അശ്ലീലതകൾ, വഷളത്തരങ്ങൾ എന്ന് പറയുന്നത് അതിനേക്കാൾ പഴക്കമുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഇത് സദസ്സുകളിൽ അതിനെക്കുറിച്ച് വലിയ വലിയ വായിൽ നിങ്ങൾ സംസാരിക്കുന്നു അവർ എന്ന് ആ സമൂഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഏതാളുകൾ അംഗീകരിച്ചു കഴിഞ്ഞാലും ഏത് സെലിബ്രിറ്റികൾ അംഗീകരിച്ചു കഴിഞ്ഞാലും ഇത്തരം വൃത്തികേടുകളെ പ്രശ്നവൽക്കരിക്കുന്നത് പ്രശ്നമാകുന്ന അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്ന മനുഷ്യബന്ധത്തിൻ്റെ ആധാരത്തിൻ്റെ അടിവേരിളക്കുന്ന ഒരു സംഗതിയെയും ന്യായീകരിക്കുവാൻ നമ്മൾക്ക് സാധ്യമല്ല. ഈ ടോക്സിസിറ്റിയുടെ അടുത്തൊരു ഘട്ടമാണ് ഞാൻ പറഞ്ഞ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ വരുന്നത്. എൻ്റെ സംസാരം കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനം നമ്മൾ സ്വീകരിക്കുന്നത് വളരെ നിർബന്ധം. നല്ലത് സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക.
നമ്മെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം, മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ അനാവശ്യമായ താല്പര്യം കാണിക്കും. അവർ ദുനിയാവിൽ വെച്ച് പണിഷ് ചെയ്യപ്പെട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അപവാദവുമായി ബന്ധപ്പെട്ട് പ്രമുഖരായ 3 സഹാബികൾക്കാണ് 80 അടി വീതം ശിക്ഷ കിട്ടിയത്. അവർ അപവാദം പറഞ്ഞ് പരത്തുകയല്ല ചെയ്തത്, പകരം അന്വേഷിക്കുകയാണ്. നിങ്ങൾ കേട്ടോ, അറിഞ്ഞോ, എന്തായി? ഇങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ സാധാരണയായി അയൽപക്കങ്ങളിൽ, നമ്മുടെ ഫ്ലാറ്റുകളിൽ ഒക്കെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഈ സഹാബികൾ ചെയ്തത്. പക്ഷെ അവർക്ക് ശിക്ഷയില്ല. പക്ഷെ ആ ശിക്ഷയെക്കുറിച്ച് സീറ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, അവർ തൗബ ചെയ്തു. നമ്മൾക്കങ്ങനെ ശിക്ഷ കിട്ടാത്തത് കൊണ്ട് തൗബ ചെയ്യാനുള്ള ഒരു അവസരം പോലും പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറില്ല. അതിനാൽ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽപ്പെട്ട ആളുകൾ അവരെപ്പോഴും ഒരു ശ്രദ്ധ പാലിക്കണം. ആവശ്യമുള്ള കാര്യങ്ങളിലാണ് ഇടപെടേണ്ടത് എന്നുള്ള ഒരു ബോധം നമ്മൾക്കുണ്ടാക്കണം. മറ്റൊന്ന് ഓഫീസ് സ്പേസാണ്, മഹല്ലാണ്, സംഘടനയാണ്, ക്ലിക്കുകളുണ്ടാകും, പൊളിറ്റിക്സ് ഉണ്ടാകും. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ പക്ഷത്തു നിന്നുണ്ടാവുകയില്ല എന്നുറപ്പിച്ചാൽ തീരുന്നതാണ് പ്രശ്നം. ഒന്ന്, നുണ പറയുകയില്ല, നുണ പറയരുത്, നമ്പർ 1. രണ്ടാമത്, പരദൂഷണത്തിൻ്റെ ഭാഗമാവുകയില്ല ഞാൻ. 3, പരദൂഷണം വിജയിക്കുന്നത് അതിൻ്റെ കൂടെ ഏഷണി കൂടി ചേരുമ്പോഴാണ്. അതും ഉണ്ടാവുകയില്ല. റസൂലുള്ള വളരെ കൃത്യമായി പറഞ്ഞതാണല്ലോ, ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ പരദൂഷണം പറഞ്ഞു, ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ നുണ പറഞ്ഞു, അവനെക്കുറിച്ച് അപവാദമാണ് പറഞ്ഞത് എന്നാണ്. ഈ 3 വിഷയങ്ങളെക്കുറിച്ച് അത് വേറെ തന്നെ നമ്മൾ സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും, പരസ്പര ബന്ധിതമാണ്, ഒന്നൊന്നിനെ ശക്തിപ്പെടുത്തുന്നതാണ്. അതിനാൽ മനുഷ്യർ കൂടിയിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഇത്തരം ദൂഷ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ സത്യങ്ങളും പറയണമെന്നല്ല, പക്ഷെ ഞാനൊരു നുണ പറയുകയില്ല. അങ്ങനെ എൻ്റെ ജീവിതം കണ്ടിട്ട് നുണ പറയാതൊരു ജീവിതം സാധ്യമല്ല. കാരണം ഓഫീസിലൊക്കെ ആകുമ്പോൾ പല പൊസിഷനിലുള്ള ആളുകൾക്ക് വിവരങ്ങളെല്ലാം വെളിപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ അവർ നുണ പറയുന്നു. വെളിപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങൾ അത് ഔട്ട് ഓഫ് ബൗണ്ടാണ്, നിങ്ങളുടെ ഒരു പരിധിയിൽ പെടുന്നതല്ല എന്നത് സംബന്ധിച്ചൊരു ധാരണ നമ്മൾക്ക് കൊടുക്കാൻ കഴിയണം. വീട്ടിൽ മക്കൾക്കൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടല്ലോ ബാപ്പയും ഉമ്മയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചോദിക്കുമ്പോൾ അവരോട് നമ്മൾ പറയാറുണ്ടല്ലോ, അത് കുട്ടികൾ അറിയേണ്ടതല്ല എന്നതുപോലെ തന്നെ നമ്മളുടെ ഘടനയ്ക്കനുസരിച്ച്, ഹയറാർക്കിക്കനുസരിച്ചൊക്കെ ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ നുണ നമ്മളൊരിക്കലും പറഞ്ഞുകൂടാ. പരദൂഷണം എന്ന് പറയുന്നത് അസൂയയുമായി കൂടി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ബന്ധങ്ങളിൽ പലപ്പോഴും വിള്ളലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പരദൂഷണം പറയുന്നവരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെയൊക്കെ ഓഫീസ് ഡിസിപ്ലിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കേണ്ടുന്ന കാര്യമാണ്. കാരണം പരദൂഷണം പറയുന്ന ഒരാൾ ഒരിക്കലും ഒരാളോട് മാത്രമല്ല അത് പറയുക. നമ്മൾക്കൊരാളോട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടാക്കാനുള്ള ഏറ്റവും വലിയ വഴി, ഞാൻ മറ്റൊരാളോടും പറയാത്ത രഹസ്യം നിന്നോട് മാത്രം പറയുകയാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു നോക്കി പറയുന്നത് കേട്ട് ദയവ് ചെയ്ത് ആ വിഡ്ഢിത്തത്തിൽ വീണു പോകരുത്. നമ്മൾ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ഇയാൾ മറ്റുള്ള ആളുകളോടും സംസാരിക്കുന്നുണ്ടാകും. അതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്തതുപോലെ ആരെങ്കിലും മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടാൽ അത് കേൾക്കേണ്ട ആളല്ല നിങ്ങളെങ്കിൽ റസൂൽ ഇങ്ങനെ കൈ ഉയർത്തുമായിരുന്നു, തടയുമായിരുന്നു. കാരണം ഉള്ള കാര്യം തന്നെയാവും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. പക്ഷെ നമ്മളെന്തിനാണ് നമ്മൾ അറിയേണ്ടതില്ലാത്ത അസ്വസ്ഥതകൾ ഏറ്റി നമ്മൾ നടക്കുന്നത്? ഇങ്ങനെ മനുഷ്യൻ്റെ സകല ബന്ധത്തിലും കയറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ജീവിത വിജയവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നിൽക്കുന്ന ഇടം വഴി പിശാചിന് ഒരു എൻട്രി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ആ ദൗത്യം ശരിയായ അളവിൽ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാണ്.